അമ്മ നാരായണ, ദേവി നാരായണ, ഭദ്രൻ നാരായണ, ലക്ഷ്മി നാരായണ. കുട്ടികളെ മുതിർന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ സന്നിധാനത്ത് നിന്നും മാറി നിൽക്കുക. ക്രിഞ്ചിനുള്ള ചാൻസ് വളരെ അധികമായി കാണപ്പെടുന്നുണ്ട്. എന്റെ എല്ലാ വീഡിയോയിലും വരുന്ന ഒരേ ഒരു കമന്റ്, ഇനി ഒരിക്കലും ഈ കമന്റ് എന്റെ കമന്റ് ബോക്സിൽ കാണില്ല. ഹലോ ഗൈസ്, കുറേ ദിവസമല്ലേ കണ്ടിട്ട്. എക്സാം ആയതുകൊണ്ട് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. സോറി ഫോർ ദ ഡിലേ ഗൈസ്. എനിക്ക് ക്യാമറയ്ക്ക് നോക്കി സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം എന്നെ കാണുന്നത് കുറച്ച് ഇപ്പുറത്തെ സൈഡായിരിക്കും. സോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ നമ്മൾ ഫേസ് റിവീലൊക്കെ ചെയ്തിരിക്കുകയാണ്. ഈ നമ്മൾ ഫേമസ് യൂട്യൂബേഴ്സ് ലൈക്ക് അക്ഷയ് ബ്ലോ ജോബറിനെ പോലെയൊക്കെ റിയാക്ഷനിലേക്ക് കാല് കുത്തി വെക്കാൻ പോവുകയാണ്. അവന്റെ പേര് അക്ഷയ് വ്ളോഗർ ആടാ മണ്ട. വെറുതെ അഡൽട്ട് കോമഡി അടിച്ച് ചളവാക്കിയില്ലേ. ടുഡേ ഞാൻ നിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു. ബൈ. വ്ളോഗർ ആടാ മണ്ട. വെറുതെ അഡൽട്ട് കോമഡി അടിച്ച് ചളവാക്കിയില്ലേ. ടുഡേ ഞാൻ നിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു. ബൈ. ബ്രൂട്ടോ, നീ ഈ എഫക്റ്റ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. യു ആർ റിയലി ബിക്കമിങ് അൺഫണ്ണി ബ്രൂട്ടോ. ടുഡേ ഐ വിൽ റിയലി അൺസബ്സ്ക്രൈബ് യു. ബൈ. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ്സിനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. പരസ്യം എടുക്കുന്നവരാണ് ഏറ്റവും വലിയ നുണയന്മാർ. പരസ്യ കമ്പനിക്കാരാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് തന്നെ ഒരു നുണയാക്കി മാറ്റിയത്. സന്തോഷ് ബ്രഹ്മി കഴിച്ചാൽ ബുദ്ധി കൂടും, നോണ. കോംപ്ലാൻ കഴിച്ചാൽ ഹൈറ്റ് കൂടും, നോണ. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് തേച്ചാൽ മുടി തിളങ്ങും, നോണ. ഫെയർ ലവ്ലി തേച്ചാൽ മുഖം വെളുക്കും, നോണ. കിൻഡർ ജോയിൽ വലിയ കളിപ്പാട്ടം കിട്ടും, നോണ. നമ്മുടെ ജീവിതത്തിൽ റൈസിസം പരത്തിയത് ഇവന്മാരാണ്. നമ്മുടെ കുട്ടിക്കാലം കുട്ടിച്ചോറാക്കിയത് ഇവന്മാരാണ്. ഗ്ലോബൽ വാർമിങ്ങിന് ഇവന്മാരാണ് കാരണം. ഹിരോഷിമയിൽ ബോംബിടെ ഇവന്മാരാണ് കാരണം. ഡൈനോസർ മരിച്ചു പോയ ഇവന്മാരാണ് കാരണം. ബ്രൂട്ടോ കുറച്ച് വെള്ളം കുടിക്ക്. താങ്ക്സ് യാ. ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ വേറൊരു അപ്രോച്ചിലെടുക്കാം. എന്തൊരു കമ്മിങ് ഓഫ് ഏജ് വീഡിയോ. അതായത് 90s മുതൽ 2000 വരെയുള്ള ആഡ്സിനായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പരസ്യമായി പരിഹസിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഫേമസ് ആയിട്ടുള്ള 90s കുറച്ച് ആഡ്സ് നോക്കാം. പേടിക്കണ്ട ഗൈസ്, വീഡിയോ ഒന്നും മാറിപ്പോയിട്ടില്ല. ഈ വീഡിയോക്ക് എല്ലാം ഡോളർ കിട്ടും. ഗ്രേറ്റ്. ടോക്സിക് റിലേഷൻഷിപ്പ് 90s ഉണ്ടായിരുന്നു. ചാരിത്രം നഷ്ടപ്പെടുമ്പോഴേക്കും തകർന്നു പോകേണ്ടതാണോ റിലേഷൻഷിപ്പ്? പറയൂ ഗൈസ്, പറയൂ. എല്ലാവരും ഉണ്ടല്ലോ. അയ്യോ, എന്നെ റേപ്പ് ചെയ്യാൻ പോവാണോ? ഞാൻ റേപ്പ് വെറുക്കുന്നു. അത് നല്ലൊരു അപ്രോച്ചാണ്. ഇത് കേട്ട് റേപ്പ് ചെയ്യാമെന്നവന്റെ സാമാന്യത തെറ്റി അവർ ഓടും. സഹോദരി, എന്താ വിളിച്ചത്? സംശയിക്കേണ്ട, സഹോദരിന് തന്നെ. ഞങ്ങൾ കുട്ടിയെ ഉപദ്രവിക്കാൻ വന്നതല്ല. അവിടെ പിന്നെ 3 പേരും കൂടി സ്ത്രീത്വത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയ കാഴ്ചയാണോ അത് കണ്ടത്? പിന്നെ സിസ്റ്റർ, ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. ഒരു ഫേവർ, മറ്റൊന്നുമല്ല. എവിടുന്നാണ് സഹോദരി ഇത്രയും ഭംഗിയുള്ള ബ്രേസിയേഴ്സ് സംഘടിപ്പിച്ചത്? അതെന്തിനാണ് ഇവർക്ക്? നോ തിങ്സ് റിയലി ഗെറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇതാണോ കാര്യം? സഹോദരി, ഈ ബ്രേസിയർ ഫോറിനാണോ അതോ ഇറക്കുമതി? അപ്പോഴും മാമോക്കോയുടെ കൺസേൺ കണ്ടില്ലേ? കോയ ഫോർ എ റീസൺ. ഈ ബ്രേസിയർ ഫോറിനാണോ അതോ ഇറക്കുമതിയോ? 100% നാടനാണ് എന്റെ ബ്രേസിയർ. എന്റെയും. ബ്യൂട്ടി ബ്രേസിയേഴ്സ്. നല്ല സൗന്ദര്യം, നല്ല സൗകര്യം. ബ്യൂട്ടി ബ്രേസിയേഴ്സ്. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഹൂ സ്റ്റോപ്പ്ഡ് കുക്കിംഗ്? എന്തുകൊണ്ട് ആളുകൾ ഇപ്പം ഇതുപോലെയുള്ള ആഡ്സ് ഉണ്ടാക്കുന്നില്ല? വൈ? ബ്യൂട്ടി ബ്രേസിയേഴ്സ്. അവരത് ഊരിയെടുത്ത. കേരളത്തെ ഉറപ്പിച്ച ഒരു 3-അംഗ സ്ക്വാഡിന്റെ ചരിത്രം പറയാണ്ട് ഗൈസ്. ഇവരാണ് ബ്രേസർ വാരിയേഴ്സ്. ഇവരുടെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീകളുടെ ബ്രേസർ അടിച്ചു മാറ്റുക. അതിലൊരുത്തനാണ് ആർക്കിടെക്ട്. ഇവരാണ് എല്ലാ പ്ലാൻസും ഉണ്ടാക്കുന്നത്. എപ്പോൾ, എവിടെ, എങ്ങനെ. മറ്റൊരുത്തനാണ് ബ്രാ കളക്ടർ. ബ്രാ കളക്ട് ചെയ്യാൻ ഇവനൊക്കെ അതിൻ്റെ വേറെ ആളുള്ളൂ. വേറൊരുത്തനാണ് ബ്രാ കിങ്. ഇവനാണ് ഈ 3-അംഗ സംഘത്തിന്റെ ലീഡർ. ഇവനില്ലെങ്കിൽ ഈ ടീമില്ല. ഒരു പോലീസുകാർക്ക് ഇവരെ തൊടാൻ പറ്റിയിട്ടില്ല. അബ്ബാസ് അടക്കം ഇവരുടെ ബിസിനസ് മോഡൽ കോപ്പി അടിച്ചിട്ടാണ് സക്സസ് ആയിട്ടുള്ളത്. ദ വൺ ആൻഡ് ഓൺലി ബ്ലാക്ക് സ്ക്വാഡ്. Nowadays, Mammootty fans are calling Lalatni cringe. It hurts. എല്ലാത്തിനും കാണി പെരിയാടി മോനാണ്. Meanwhile, Skibidi Ika in his prime. പപ്പനാണ്
സ്റ്റാൻഡ് തമ്പാനൂർ. സ്കിബിഡി സൂറ, സ്കിബിഡി ലാൽ, സ്കിബിഡി രാജു മീം ലോകം അടക്കി വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ദി സ്ട്രോങ്ങസ്റ്റ് സോസർ ഓഫ് ആൾ ടൈം മുഹമ്മദ് ഇസ്മായിൽ സ്കിബിഡി ആ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. പേര് പപ്പനാവൻ. സ്റ്റാൻഡ് തമ്പാനൂർ. സ്കിബിഡിക്കടെ എൻട്രി കഴിഞ്ഞ് നമ്മൾ കാണുന്നത് സ്കിബിഡിക്ക് കുറെ ബാൾസിൽ അങ്ങോട്ട് അടിച്ച് പൊളിക്കണതാണ്. തിരുവനന്തപുരത്ത് 6 നിലയിൽ പാത്തീസിന്റെ മുട്ടൻ കെട്ടിടങ്ങൾ വന്നേ പിന്നെ കാര്യങ്ങൾ കളറായില്ലേ. നോർമൽ കണ്ണുകളൊന്നും ഈ പരസ്യം കാണാൻ പറ്റില്ല. ഈ പരസ്യം കാണണമെങ്കിൽ 3D കണ്ണാടി ഇടണം. അടുത്തിടെ വരെ ഈ പൊടവടക്കുള്ള ഉടുപടയുടെ ഇടപാട് ഒട്ടോ ഗൈസ്, ഈ പരസ്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഓഹിയോ ലാംഗ്വേജ് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. സോ മൂവിങ് ഓൺ. വെല്ലുവിളികളെ നേരിടുമ്പോഴാണ് നാം കരുത്തരാവുന്നത്. സ്കിബിഡിക്ക് അതൊരു അപ്പർ മുന്ന് അറ്റാക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. വാഴ ബ്രീത്ത് 7th പരശുരാജ ഫോം കൊത്തം സ്ലാഷ് അറ്റാക്ക്. ഒരു വാള് വെച്ചിട്ട് കൊതു അരിയുന്ന പോലുള്ള ഇതുപോലുള്ള അറ്റാക്ക് പെർഫോം ചെയ്യാൻ ഈ ലോകത്തായ ഒരേ ഒരു ആശ്രയേ ഉള്ളൂ. സ്കിബിഡി ഫോർ എ റീസൺ ബ്രോ. ഡീമൺ സ്ലെയർ ഉണ്ടെങ്കിൽ അപ്പുറം കൊണ്ട് അണ്ടി അരിയുണ്ടാവും ഫസ്റ്റ്. സ്കിബിഡി ഫോർ എ റീസൺ. നിങ്ങളൊരു ടിക്ടോക്ക് ഏജ് ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും MPLയുടെ ആഡ് കണ്ടിട്ടുണ്ടാവും. എൻ്റെ പേരെന്താ? എൻ്റെ പേര് ജാഫർ. ഞാൻ ജാഫർ, കണ്ണൂരിലാണ് ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ MPL 30,000 രൂപ വിൻ ചെയ്തിട്ടുണ്ട്. വിൻ ചെയ്ത ക്യാഷ് കൊണ്ട് ഞാൻ ഊട്ടി പോയി. എടാ എങ്ങനെ പറയും, എടാ നിന്നെ പറ്റിച്ചടാ. അത് 5,000 രൂപയാണ്. കണ്ണൂർ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കും. MPL വളരെ എളുപ്പമാണ്, എല്ലാവർക്കും കളിക്കാം. ഓഹോ, MPL കളിച്ച വേറെ കുറച്ച് ആളുകളുടെ എക്സ്പീരിയൻസ് നമുക്ക് ആദ്യം നോക്കാം. എൻ്റെ പേര് സാബു, പാർട്ട് ടൈമായിട്ട് 2 പിള്ളേരുടെ തന്തയാണ്. MPL കളിച്ച എനിക്ക് 350 രൂപ കിട്ടി. അതുകൊണ്ട് എൻ്റെ 2 മക്കളെയും ഓർഫനേജ് കൊണ്ടുവിട്ടു. ഇപ്പൊ മറ്റൊരു ഭാര്യയുടെ കൂടെ മറ്റൊരു ജീവിതം ആസ്വദിക്കുന്നു. MPL വളരെ എളുപ്പമാണ്, നിങ്ങൾക്കും കളിക്കാം. എൻ്റെ പേര് ബിനു പോപ്സാണ് ട്ടാ. ഞാൻ KTM ഡ്രൈവറാണ് കേട്ടോ. MPL കളിച്ച് നമുക്ക് 2,000 രൂപ കിട്ടിയിട്ടാ. അതുകൊണ്ട് നമ്മൾ ഡ്യൂക്ക് 390 ക്യുക്ക് ത്രോട്ടിൽ വെച്ചുട്ടാ. ഒരു ദിവസം നമ്മുടെ ചിക്കനും എടുത്ത് കറങ്ങാൻ പോകുമ്പോൾ ഒരു പട്ടി കുറുകെ ചാടിയിട്ടാ. അങ്ങനെ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ അടിച്ച് കയറ്റില്ല എൻ്റെ ഡ്യൂക്ക്. ഇപ്പോഴും ട്രാൻസ്ഫോമറിന്റെ ഉള്ളിലാണ് ട്ടാ. ഇതുവരെ എടുത്തിട്ടില്ല. MPL എല്ലാവർക്കും കളിക്കാട്ടാ, ഭയങ്കര ഈസിയാണ്. ഓക്കെ, എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ബോറടിക്കുന്നുണ്ട്. നോ മോർ റിയാക്ഷൻ വീഡിയോസ്. ഇറ്റ്സ് ടൈം ടു ഡൈവ് ഇൻ ടു റോസ്റ്റിംഗ്. സാമ്പാറിന്റെ മണം മാത്രം മതിയല്ലോ ഈ ഫംഗ്ഷൻ ഇൻവിറ്റേഷൻ. എന്താ നീ മണം പിടിച്ചിട്ടാണോ വന്ന? അങ്ങ് തഞ്ചാവൂര് വരെ ചെല്ലും മണം. എന്താ നീ മണത്തിന്റെ പിന്നാലെ പോയിണ്ടോ? സാമ്പാറ് നിറ പറയാ. എടോ, മഴ മാനത്തുനിന്നാണോ ചോദിക്കണ മാതിരിയാണല്ലോ സദ്യക്ക് സാമ്പാറ് നിറമറ ആണോ? നിറപ്പറ സാമ്പാർ അവളും സ്പെഷ്യൽ. ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി കറിക്കൂട്ടുകൾ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് പൊടിച്ചുണ്ടാക്കുന്ന സാമ്പാറാണ് നിറപറ സാമ്പാർ. ഓ, ഞാൻ വിചാരിച്ചു കടലിൽ പോയി വലയിട്ട് പിടിക്കുന്നത്. ദോഷകരമായ കൊഴുപ്പുകൾ ഒന്നും ചേർക്കണില്ല. അത് ഉണ്ടാക്കുന്ന ആളുടെ പൂടെ ഫുൾ അതിലുണ്ട്. ഇത് തിങ്ങണവൻ എന്തായാലും ഫുഡ് ക്യാൻസർ ഒന്ന് അടിച്ചു പോകും. കഴിക്കൂ. സാമ്പാർ റൂം ബീട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയത വരുത്തുന്ന ആരാണ്? നിങ്ങൾ കുറച്ച് പേര് പറയുമ്പോൾ നരേന്ദ്രമോദിയാണെന്ന്. അല്ല, ഈ മാട്രിമോണി ആൻഡ് ഡേറ്റിംഗ് സൈറ്റ്സ് ആണ്. നായർ മാട്രിമോണി.com ഞാൻ ഹരിയെ കണ്ടെത്തിയത്. ചാവേറ മാട്രിമോണി, വൈദികർ നേതൃത്വം നൽകുന്ന ചാവറ-matrimony.com, ഹിന്ദു മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി. എന്താണിത്? ഇങ്ങനെ പോകണമെങ്കിൽ ഇവന്മാർ നാളെ കുണ്ടം മാട്രിമോണി, കത്രിക മാട്രിമോണി ഒക്കെ തുടങ്ങും. ഏത് സുന്ദരിയുടെ കല്യാണത്തിനാണാവോ ഇനി നമ്മൾ അടുത്ത താലം പിടിക്കണ്ടേ? എന്താ നീ സുന്ദരികൾക്ക് മാത്രമേ താലം പഠിക്കത്തുള്ളൂ? സുന്ദരി അല്ലെങ്കിൽ നീ പിടിക്കില്ലേ? അമ്മായി റെഡി ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴേ റെഡി അല്ലേടി? പിന്നെ അല്ലാതെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. അമ്മായി സേഡിയസ്. ഇത് കേരള മാട്രിമോണിയാണോ കത്രിക മാട്രിമോണിയാണോ? നോക്ക് ഇത്രയും വയസ്സായിട്ടും കളവിക്ക് കടി തീർന്നിട്ടുണ്ട്. അയ്യടാ, പറ്റിയ ചെക്കന്മാരെ കിട്ടാനേ. പറ്റിയ ചെക്കന്മാര് അതങ്ങനത്തെ ചെക്കന്മാരാ. നിനക്ക് പറ്റിയത് അമ്മായി തന്നെയാണ്. നമ്പർ 1 സ്ഥലത്ത് തന്നെ നോക്കണം. അവിടെയല്ലേ ലക്ഷക്കണക്കിന് ചോയ്സ് ഉണ്ടാവും. നിനക്ക് ലക്ഷക്കണക്കിന് ചോയ്സ് ആണോ വേണ്ടത്? ബിവറേജ് നമ്പർ പോയിട്ട് ഒരു ദിവസം നിന്നാ മതി, നിനക്ക് കിട്ടും. ഓ, ലക്ഷക്കണക്കിനോ? അതിന് നീ എന്തിനു കിട്ടും? നീ ഒരെണ്ണം കെട്ടിയല്ലേ? ഫാളിങ് ഇൻ ലവ് അതൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് തന്നെയാണ് അല്ലേ? ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആര് പറഞ്ഞു? എന്നെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇതുപോലെ ഇരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇതിനേക്കാളും വേഴ്സ് ഫീലിംഗ് ഈ ലോകത്തില്ല. ഈ വെള്ളമടിക്കാത്ത മലയാളി ഒരു യഥാർത്ഥ മലയാളിയാണ്. എന്താ വെള്ളം അടിച്ചില്ലെങ്കിൽ അവൻ മലയാളിയല്ലേ? അരികെ അവിടെ എന്തോ ഒരു പെണ്ണിന്റെ പ്രൊഫൈൽ. മലയാളികൾക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയ ഡേറ്റിംഗ് ആപ്പാണ് അരികെ. എന്നിട്ട് നിനക്ക് കിട്ടിയ
എന്തൊക്കെ പറഞ്ഞാൽ ഈ പരസ്യത്തിന് നമ്മളിങ്ങനെ പരസ്യമായി അടിച്ചു തള്ളാൻ പറ്റില്ല. കാരണം ചില പരസ്യങ്ങളുണ്ട് നമ്മുടെ ചൈൽഡ്ഹുഡിനെ ഭയങ്കര സ്പെഷ്യലാക്കിയ. ലൈക്ക് നമുക്ക് വീണ്ടും 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 കാണണം തോന്നുന്ന കുറച്ച് ആഡ്സ് ഉണ്ട്. ലൈക്ക് ജെംസിൻ്റെ ആഡ്സ്, ഡയറി മിൽക്കിൻ്റെ ആഡ്സ്, പിയേഴ്സിൻ്റെ ആഡ്സ്, ലെക്സിൻ്റെ ആഡ്സ്, ഐറിൻ്റെ ആഡ്സ്. സോറി ഗൈസ്, നമ്മൾ ടോപ്പിക്ക് മാറിപ്പോയി. ഈ പരസ്യത്തിലാണ് ഈ ലോകം തന്നെ ഓടുന്നത്. ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ അവിടെ വന്ന് കൊണയടിക്കാൻ കാരണം അടക്കം പരസ്യമില്ലെങ്കിൽ ഈ ലോകം വെറും ചാണകമാണ്. ചാണകം, നമ്മളെല്ലാവരും ചാണകമാണ്. ചാണകമേ ഉലകം. ഇത്രയും ദിവസം ഫേസ് റിവീൽ ചെയ്യാൻ ഒരു പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ. ബിക്കോസ് ഐ ആം ഗൈസ്. എല്ലാവർക്കും എൻ്റെ ഫേസ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിക്കണം. ഓക്കെ, കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ഷേക്ക് തരുമെന്ന്. ഇല്ല ഗൈസ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് പിന്നെ അത് നിങ്ങളുടെയാണ്, പിന്നെ നിങ്ങളുടെ വീഡിയോ ആണ്, എൻ്റെ വീഡിയോ അല്ല. നിങ്ങൾ ആ വീഡിയോ വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോളൂ. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ബൈ ബൈ.